ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മോണിറ്റൈസേഷൻ കട്ടായതിനെ കുറിച്ചിട്ട്. അതായത് മോണിറ്റൈസേഷൻ പോയത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. പക്ഷേ കണ്ടവരായിരിക്കും, കമൻറ്റിലല്ല, എന്നോട് ചോദിച്ചതാണ് അതിൻ്റെ സൗണ്ട് കുറച്ച് കുറവാണ്, അതുപോലെ തന്നെ അത് പറയുന്നതിനൊരു കേൾക്കാനപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനത് രാവിലെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, ആ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ പിന്നെ അത് നോക്കിയിട്ടില്ല. ഞാൻ അന്ന് അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കാണൂലല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടുണ്ട്. കണ്ടവർക്ക് ഒരുപാട് പേര് കണ്ടെന്നല്ല, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിൽ മോണിറ്റൈസേഷൻ എങ്ങനെ പോയി എന്നുള്ള അറിഞ്ഞ സിറ്റുവേഷനും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ മോണിറ്റൈസേഷൻ പോയി എന്ന് പറയുന്നത് അത്ര വലിയ സുഖമുള്ളൊരു കാര്യമൊന്നുമല്ലല്ലോ. അപ്പോൾ ആ പറഞ്ഞതും മനസ്സിന് ടെൻഷനായിട്ടുള്ള ഒരു അങ്ങനെയാണ് പറഞ്ഞതും. അപ്പോൾ അതുകൊണ്ടായിരിക്കും അതങ്ങനെ ഒരു എന്താണ്. പിന്നെ സൗണ്ട് കുറവുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അകത്തുനിന്നല്ല ഞാൻ വീഡിയോസ് ചെയ്തിട്ടുള്ളത്, ഞാൻ പുറത്താണ്. കാരണം അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അകത്ത് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പം അവർക്ക് ശല്യമാവേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പുറത്ത് പോയി ചെയ്തപ്പോൾ ഭയങ്കര കിളികളും മറ്റും മറിച്ചും എന്തൊക്കെയോ സൗണ്ട്. ഞാൻ പുറത്ത് ട്രൈപ്പോഡും ഫോണൊക്കെ ആയിട്ട് പോവുകയും ചെയ്ത് ഭയങ്കര സൗണ്ട്. അപ്പുറത്തുനിന്നൊക്കെ പിന്നെ കിളികളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഒരുപാട് സൗണ്ട് ഇട്ട് പറയാൻ ആ സമയത്ത് കഴിയൂല. കാരണം റോട്ടിലൂടെ ആളുകൾ, പക്ഷെ ആളുകളൊന്നും ഇങ്ങോട്ട് വല്ലാതൊന്നും ശ്രദ്ധിക്കൂല കേട്ടോ. നമുക്ക് അത്ര പെട്ടെന്ന് ഇങ്ങനെ കാണുന്നൊരു ഇതൊന്നുമല്ല. എങ്കിലും ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, പറയാൻ പറ്റൂല. അപ്പോൾ ആൾക്കാർ പോകുന്ന വഴിയായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ പിന്നെ സൗണ്ട് കുറച്ചിട്ടുമാണ് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല സൗണ്ടിലൊക്കെ പറയുന്നുണ്ട്, ഇതിൽ തീരെ സൗണ്ടും ഇല്ല. പിന്നെ വെച്ചാൽ കാര്യങ്ങൾ നന്നായി പറയുന്നുണ്ട്. ആ വിഷമത്തോടു കൂടി പറയുന്ന ആ ഒരു ഇത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി സൗണ്ട് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോസും ഒക്കെ നല്ല സൗണ്ടിലും നല്ല ഇതിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് മാത്രം. പിന്നെ ഞാൻ ഫേസ് കാണിച്ചുകൊണ്ട് അതിന് മുന്നേ ഒരു വീഡിയോയിൽ കുറച്ച് കാണിച്ചാണ് തോന്നുന്നുണ്ട്. അത് ഞാൻ വീടിനകത്തു നിന്നാണ് എടുത്തത്. ഇത് പുറത്താണ്. പുറത്ത് രാവിലെ നല്ല വെളിച്ചം വെക്കുന്ന മുന്നേ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഭയങ്കര കിളികളെ സൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും അതങ്ങനെ വന്നിട്ടുണ്ടാവുക. ഏതായാലും അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം പിന്നെ ഞാൻ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ എനിക്കും ഫീൽ ചെയ്തിട്ടോ. അപ്പോൾ ആ പറഞ്ഞ കാര്യം സത്യം തന്നെ ആണെന്ന് എനിക്കും തോന്നി. അപ്പോൾ ഏതായാലും ആ ഒരു അഭിപ്രായം ഞാൻ അംഗീകരിക്കുകയാണ്. ഏതായാലും അത് പിന്നെ എൻ്റെ കയ്യിൽ മൈക്കില്ല കേട്ടോ, മൈക്കില്ല. പക്ഷെ ഫോൺ അത്യാവശ്യമൊക്കെ സൗണ്ടുള്ള ഫോണാണ്. പിന്നെ നമ്മൾ ദൂരം വെക്കുന്നിടത്തോളം നമ്മൾ സൗണ്ട്, പിന്നെ അത്രയ്ക്കും അങ്ങോട്ട് സൗണ്ട് ഇടണമല്ലോ. അപ്പോൾ അത് ആ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സൗണ്ട് കുറച്ചിട്ടായിരുന്നു. രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണി 7 മണിക്ക് ആവാനായ സമയത്തുമാണ്. പിന്നെ വല്ലാണ്ട് സൗണ്ടൊന്നും വരാത്തൊരു സമയമാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു, എന്താ അറിയില്ല. അപ്പോൾ അത് കണ്ടവർ എന്നോടിങ്ങനെ പറഞ്ഞതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം അങ്ങനെയാണോ അല്ലേ എന്ന് എല്ലാവരും അഭിപ്രായം എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ക്ലാസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ്സിൽ നമ്മൾ നന്നായി സൗണ്ട് ഇട്ട് പറയുക തന്നെ വേണം. കാരണം നമ്മൾ ക്ലാസ് അധികം കുട്ടികളൊക്കെ കാണാം, പഠിക്കുന്ന കുട്ടികൾ. പിന്നെ അതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ, നമ്മൾ പോലെയുള്ള വീട്ടമ്മമാർ അങ്ങനെയൊക്കെ കാണാം. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന രീതിക്ക് വേണം നമ്മൾ പറയണമെങ്കിൽ. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ മോണിറ്റൈസേഷനെ കുറിച്ച് പറഞ്ഞതിപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ മലയാളം മനസ്സിലാകുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകും. പിന്നെ ഒരുപാട് ആ കിളികളെ സൗണ്ടും കൂടി ആയതുകൊണ്ടാണ് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് സൗണ്ട് വല്ലാതെ വരാഞ്ഞത് തോന്നുന്നുണ്ട്. പക്ഷെ അതുപോലെ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്തൊന്നും ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി തന്നെ വരും. ക്ലാസ്സൊന്നും ഞാൻ അങ്ങനെ പുറത്ത് പോയൊന്നും എടുക്കല്, അത് നമ്മൾ വീടിനുള്ളിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യാറ്. കാരണം അതും മക്കളെ സൗണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഈ കിളികളും എന്തോ ചില സമയത്ത് രാവിലെയൊക്കെ ചിലപ്പോൾ വോയിസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സൗണ്ടൊക്കെ വരികയാണെങ്കിൽ ഞാൻ ആ സമയത്ത് എടുക്കാറേ ഇല്ല. എനിക്കധികം ഉച്ചയ്ക്ക് ശേഷമൊക്കെ കഴിയുള്ളൂ. കാരണം ആരുമില്ലാത്ത സമയത്താണ് ഞാൻ ചെയ്യാറ്. അല്ലാതെ ഈ സൗണ്ടുള്ള സമയത്തൊന്നും നമുക്ക് ക്ലാസ് എടുത്താൽ ശരിയാവില്ല. അത് ക്ലാസ് എടുക്കുമ്പം അതിൻ്റേതായ ആ ഒരു
ഇതിൽ തന്നെ അങ്ങനെ ചെയ്തു പോകും കേട്ടോ. അതെന്താണെന്നറിയില്ല, അതിനപ്പോൾ നമുക്കൊരു ഒരു ഇത് വരുന്നതാണ്. എന്താ വെച്ചാൽ നല്ലൊരു ഇതാണ് നമുക്ക് ആ ഒരു സംഭവം, എന്താ അറിയില്ല, അത് നല്ലൊരു ഇതില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷേ ഇതും കുഴപ്പമൊന്നുമില്ല. ഇത് പിന്നെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണല്ലോ, അപ്പം അതിൻ്റേതായ കുറച്ചൊരു ഇതുണ്ട് തോന്നുന്നു. കുറച്ച് സൗണ്ട് കുറവുണ്ട്, പിന്നെ ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ വെയിൽ ഇങ്ങനെ നമ്മളെ വെളിച്ചം വരുന്നൊരു സമയമാണ്, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നുണ്ട്. രാവിലെ നേരം വെളുത്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ. അപ്പോൾ പുതിയ ഫോണൊക്കെ വെച്ചിട്ടാണ് ഞാൻ എടുത്തതൊക്കെ. പക്ഷേ പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്കും അത് ഫീൽ ചെയ്തു. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ അത് അപ്ലോഡൊക്കെ ആക്കിയപ്പോൾ നിങ്ങളതൊക്കെ കാണുക, എല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനി നല്ല നല്ല വീഡിയോസായിട്ട് വരും. മാത്രമല്ല എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നിങ്ങളെല്ലാ വീഡിയോസും സപ്പോർട്ട് ചെയ്യുക. മെയിനായിട്ട് നമ്മുടെ യൂട്യൂബിനെ കുറിച്ചിട്ടും അതുപോലെ മോണിറ്റൈസേഷനെ കുറിച്ച് അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പം നമ്മൾ മോണിറ്റൈസേഷനൊക്കെ വേഗം കിട്ടട്ടെ നമ്മൾ മറ്റേ ചാനലിൻ്റെ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇനി എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട് ചാനൽ തുടങ്ങാൻ നല്ല താല്പര്യമുണ്ട്, റിസ്ക് ആവോ, അതുപോലെ വിജയിക്കുമോ എന്നൊക്കെ. അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഓരോരുത്തരും ഒരു ഇതാണ്. ലക്ക് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ലക്കൊന്നുമല്ല. ലക്കിനാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ലോട്ടറിയൊക്കെ എടുത്ത് നോക്കാം. പക്ഷെ അതൊന്നുമല്ല. ഇത് കഷ്ടപ്പെടാനും ക്ഷമിക്കാനും ആഗ്രഹമുണ്ടെങ്കിൽ വിജയിക്കും. എനിക്ക് അത്ര പറയാനുള്ളൂ. നമുക്ക് ക്ഷമിക്കാൻ ഭയങ്കര ക്ഷമ അതിനത്യാവശ്യമാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും ഇതുപോലെ ഇതിൽ വന്നു കഴിഞ്ഞാൽ അതിന് തരണം ചെയ്ത് കൊണ്ടുവരാനും നമുക്ക് അറിയണം. അതാണ് യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കോപ്പിറൈറ്റ് ഇതുപോലെയുള്ള ഇഷ്യൂസുകൾ അങ്ങനെയൊക്കെ വരും. എല്ലാവരും പറയും യൂട്യൂബ് നല്ല സംഭവമാണ്, പക്ഷേ യൂട്യൂബ് സ്ട്രിക്റ്റാണ്, ഭയങ്കര സ്ട്രിക്റ്റാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പം നമ്മളത് ശ്രദ്ധിച്ചും കണ്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രക്ഷപ്പെടാനുള്ള നല്ലൊരു മേഖല തന്നെയാണ് കേട്ടോ. നമ്മൾ ആരും അതിൽ കൊടുക്കാനോ ഇതാക്കാനോ ഒന്നും വരില്ല. നമുക്ക് നമ്മളുടേതായിട്ടുള്ള രീതിക്ക് നമുക്ക് പോകാം, ഒരു കുഴപ്പമില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അതിനൊന്നും മാതിരിയല്ല, നമുക്ക് നല്ല സ്ട്രിക്റ്റിൽ തന്നെ വീഡിയോസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ കഴിയെങ്കിൽ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്, നല്ല തന്നെയാണെന്ന് തന്നെ ഞാൻ പറയുന്നത്. കാരണം നമുക്കറിയാവുന്ന എന്തെങ്കിലും ചെറിയൊരു കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ വിജയിക്കും. ചിലപ്പോൾ വിജയിക്കുകയില്ലേ എന്നല്ലല്ലോ, നമുക്ക് കഴിയുന്ന നമ്മൾ ചെയ്യുക എന്നുള്ളത്. അത് ബാക്കി നമ്മളെ പിന്നാലെ വരും എന്നല്ലേ. അപ്പോൾ നമ്മളെ കഴിവുകൾ നമ്മൾ തെളിയിക്കുക. അപ്പോൾ ഞാനൊന്നും ആരോടും ശരിക്കും ഉണ്ടാത്ത ഒരാളാണ്. ഇപ്പോൾ ഞാനിങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതെന്തോ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. പക്ഷെ ആളുകളൊക്കെ കാണുമ്പോൾ നല്ല മടിയും, നമ്മൾ ഈ വീഡിയോസ് കാണുന്ന ആളുകളാണെങ്കിൽ മടി. ഇപ്പോഴാണ് ഞാൻ ഫേസൊക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് നല്ല ചമ്മലൊക്കെ ഉണ്ട് ശരിക്കും നമ്മൾ ആളുകളുടെ മുന്നിലേക്കൊക്കെ പോകുന്ന സമയത്ത്. പിന്നെ നമ്മളൊരു ജോലി ചെയ്യല്ലേ, അതിലിപ്പോൾ എന്താപ്പോൾ ഒരു കുറവില്ലേ, അങ്ങനെ വിചാരിച്ചു. ഏതായാലും മുന്നോട്ട് പോട്ടെ, നിങ്ങളെല്ലാവരും സപ്പോർട്ടും വേണം എന്ന് പറയാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ല സൗണ്ടും ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടാവാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കണ്ട് നോക്കുക, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ മോണിറ്റൈസേഷൻ പോയ കാരണമാണ് ഞാൻ അതിൽ ഉൾക്കൊള്ളിച്ചത്. ഒരുപാട് ആളുകളുടെ മോണിറ്റൈസേഷൻ ഈ 2024 കട്ടായിട്ടുണ്ട്, പല പല കാരണം കൊണ്ടും കട്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റേത് ഇങ്ങനെയാണ് പോയതെന്ന് പറഞ്ഞത്, മറ്റുള്ളവരുടെ വേറൊരു രീതി. അപ്പോൾ എല്ലാ രീതിയും കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ വേറൊരു വീഡിയോസിൽ ചെയ്ത് കഴിഞ്ഞാൽ, പക്ഷെ എന്നാലും അപ്ഡേഷൻ മാറിക്കൊണ്ടിരിക്കട്ടെ, വേറെ അപ്ഡേഷനൊക്കെ ഇനിയും വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും നീങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.